I've been thinking about myself today. ഹലോ, ഇപ്പം നിങ്ങൾ കണ്ട കുറേ ഇമേജസ് ഉണ്ടല്ലോ. കഴിഞ്ഞ മാസം ഇവിടുത്തെ ഫാൾ കളേഴ്സാണ്. ഈ സീസണിൽ ഇലകൾ തന്നെ പല കളേഴ്സായിട്ട് മാറും. ബ്യൂട്ടിഫുൾ കളേഴ്സും ബ്യൂട്ടിഫുൾ ഈ മഞ്ഞയും യെല്ലോസ് ആൻഡ് ബ്രൗൺസ് ആൻഡ് ഓറഞ്ചസ് ഗ്രീൻസ് ഇങ്ങനെ ഒരു റെഡ്സ് ഇങ്ങനത്തെ മിക്സ് ഷെയ്ഡ്സിലുള്ള ബ്യൂട്ടിഫുൾ കോമ്പിനേഷനുള്ള മരങ്ങളാണ് ചുറ്റിലും നിൽക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ആനന്ദമാണ് അല്ലേ കളേഴ്സ് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വിഷയം മനസ്സിലായല്ലോ. യെസ്, ഇറ്റ് ഇസ് അബൌട്ട് കളേഴ്സ്, ഹൗ ടു ചൂസ് ദ റൈറ്റ് പെയിൻറ്റ് ഫോർ യുവർ വാൾസ് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് നല്ല കറക്റ്റായിട്ടുള്ള വാൾ കളേഴ്സ് വാൾസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള പെയിൻറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുന്നതെന്ന്. അതൊരുപാട് വലിയ വലിയ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിന് പോലും കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ കണക്കെടുക്കണം അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ ഓവറോൾ ഡെക്കോർ എന്താണ്, നമ്മുടെ തീം എന്താണ്, കണ്ടംപററി ആണോ മോഡേൺ ആണോ, പിന്നെ വെളിയിലത്തെ ലൈറ്റിംഗ് അകത്തെ ലൈറ്റിംഗ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വേണം ഇത് ചൂസ് ചെയ്യാനായിട്ട്. സോ അപ്പം ഞാൻ പറയും, ഏറ്റവും ലാസ്റ്റിലേ നമ്മൾ വാൾ പെയിൻറ്റിൻ്റെ കളേഴ്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലോ ആദ്യം നമ്മൾ വീട്ടിൻ്റെ അതോട് കയറുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നൊരു വിഷയം എന്താണ്, കംപ്ലീറ്റ് വർക്ക് തീർന്നതിന് ശേഷം ഈ മതിലുകൾ തന്നെയാണ് അല്ലേ. നമ്മുടെ ഓവറോൾ ഇൻറ്റീരിയേഴ്സിന് തന്നെ ഈ വാൾ കളേഴ്സ് ഭയങ്കരമായിട്ട് ഇഫക്റ്റ് ചെയ്യും, ഇൻ എ പോസിറ്റീവ് ആസ് വെൽ ആസ് മേ ബി ഇൻ എ നെഗറ്റീവ് വേ ആസ് വെൽ. അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യണ്ടേ. ഞാൻ ഈ വീഡിയോ കൂടെ ഒരുപാട് ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇടയിൽ ലാസ്റ്റിലും ഇടയിലും ഒക്കെ കുറച്ച് ടിപ്സും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് വീഡിയോ എൻഡ് ടു എൻഡ് കാണുക, സോ ദാറ്റ് നിങ്ങൾ കംപ്ലീറ്റ്ലി അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വാൾ കളേഴ്സ് ഞാൻ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ ന്യൂട്രൽ ഷെയ്ഡ്സ് ചൂസ് ചെയ്യാനായിട്ട് തന്നെ അഡ്വൈസ് ചെയ്യും. ബിക്കോസ് ന്യൂട്രൽ ഷെയ്ഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ലൈറ്റർ ഷെയ്ഡ്സ്, അതായത് വൈറ്റ്സ് ആകട്ടെ, ഓഫ് വൈറ്റ്സ് ആകട്ടെ, ക്രീം ഫിനിഷസ് ആകട്ടെ, അല്ല ലൈറ്റ് ഗ്രേസ്, ലൈറ്റ് ബ്ലൂസ്, ലൈറ്റ് ഗ്രീൻസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലൈറ്റസ്റ്റ് ഷെയ്ഡ്, അല്ലെങ്കിൽ അതിന് ഓവറോൾ നമ്മുടെ വീട്ടിൽ മൊത്തം ഡാർക്ക് കളർ ഇടില്ലല്ലോ അല്ലേ, ഒരു ലൈറ്റർ ഷെയ്ഡ് നമ്മൾ ഓരോ റൂമിനും ഇടുമല്ലോ. അതാണ് ന്യൂട്രൽ കളേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഡാർക്കർ ഷെയ്ഡ്സ് ഇപ്പം നമ്മൾ ചില സമയങ്ങൾക്ക് നമുക്കൊരു പെർട്ടിക്കുലർ റൂമിന് ഈ വാളിൽ എനിക്ക് ഈ കളർ തന്നെ വേണമെന്ന് ചിലർക്കൊരു ധാരണ ഉണ്ടായിരിക്കും ഓൾറെഡി. അപ്പോൾ അങ്ങനെ ഓൾറെഡി നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ലൈറ്റസ്റ്റ് ഷെയ്ഡോ അതിന് മാച്ച് ചെയ്യുന്ന സെയിം ഫാമിലി ഓഫ് കളേഴ്സ് നിന്ന് ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ ആദ്യം ഒരു കാര്യം പറയണം എന്ന് വിചാരിക്കണേ. ഒരു LRV എന്ന് പറഞ്ഞ എല്ലാ കളേഴ്സിനും ഒരു സംഭവമുണ്ട്, അതായത് ലൈറ്റ് റിഫ്ലക്റ്റൻസ് വാല്യൂ എന്നാണ് എൻ്റെ പേര്. LRV വന്നിട്ട് എല്ലാ കളേഴ്സിനും LRV ഉണ്ടായിരിക്കും. അതായത് ബ്ലാക്ക് നിന്ന് വൈറ്റ് വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിൽ 0 LRV ആണ് ആൻഡ് വൈറ്റിൽ 100% LRV ആണ്. LRV എന്ന് വെച്ചാൽ ആ പെയിന്റ് അല്ലെങ്കിൽ ആ കളറിന് എത്ര വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് LRV. അപ്പം ബ്ലാക്കിന് 0 ഉള്ളത് ബിക്കോസ് ബ്ലാക്ക് ഒട്ടും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. ആൻഡ് ഏറ്റവും വൈറ്റസ്റ്റ് വൈറ്റ് 100% ഉള്ളത്, ദാറ്റ്സ് ബിക്കോസ് അത് 100% അത് റിഫ്ലക്റ്റ് ചെയ്യും ലൈറ്റിനെ. അപ്പം നമ്മൾ ഈ പെയിന്റ് കളേഴ്സിൽ LRV ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര LRV ഉള്ള പെയിന്റ് വേണം എന്ന് ചൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ വെളിയിലുള്ള വെളിച്ചം, നമ്മളെ വീട്ടിന്റെ ലൊക്കേഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ പെയിന്റ് കളർ ചൂസ് ചെയ്യാനായിട്ട്. പറയും ബാത്റൂംസ് ആൻഡ് കിച്ചൺസിന് ഒരു 80% മുകളിലുള്ള LRV കളേഴ്സ് ചൂസ് ചെയ്യുക. ആൻഡ് അപ്രോക്സിമേറ്റ്ലി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു 60 to 70%, ഒരു 60 to 65% മേളിൽ LRV ഉള്ള കളേഴ്സ് ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് റിഫ്ലക്ഷൻ കിട്ടും. ഒട്ടും റിഫ്ലക്റ്റ് ചെയ്യാത്ത ലൈറ്റ് മൊത്തം വീട്ടിന് അടിക്കുകയാണെങ്കിൽ പകൽ നേരത്തും അധികം വെളിച്ചം ഉണ്ടാവില്ല, രാത്രിയാണെങ്കിൽ ഒട്ടും പറയണ്ട. ബിക്കോസ് നമ്മൾ എത്ര ബ്രൈറ്റ് ലൈറ്റ് ഇട്ടാലും അതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ. ഒരുപാട് ബ്രൈറ്റ് ലൈറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് ചൂട് കൂടും. സോ അതുകൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോകണം. ഇത് ഈ കാര്യം നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ഡിസൈനർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനാണെങ്കിൽ ഈ LRV ഒന്നും നോക്കേണ്ട പോലും ആവശ്യമില്ല. അവർ ആ കളർ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഏകദേശം നല്ല റിഫ്ലക്ഷൻ ഉള്ള ഒരു മെറ്റീരിയൽ ആണെന്ന്. അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് ഏഷ്യൻ പെയിൻസിൻ്റെയോ അല്ലെങ്കിൽ ബർജർ പെയിൻസിൻ്റെ ഷെയ്ഡ് കാർഡ് എടുത്ത് ഓരോ കളേഴ്സിനെ കുറിച്ചും പറയാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനിപ്പം ജനറലി ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള വാം വൈറ്റ്, ഓഫ് വൈറ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകാം. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഏഷ്യൻ പെയിൻസ് ക്ലോസർ ആയിട്ട് മാച്ച് ചെയ്യുന്ന കളേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ഈ പെയിന്റ് കമ്പനീൻ്റെ കോൺട്രാക്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് കാണിക്കുകയാണെങ്കിൽ അവരത് നിയർ മാച്ചിങ് നിങ്ങൾക്ക് തരും കേട്ടോ. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ന്യൂട്രൽ ഷെയ്ഡാണ് വാം വൈറ്റ്. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു കളറാണ്. ബിക്കോസ് അത് എന്താ പറയുക, ഒരിക്കലും ഫെയിൽ ആവാത്തൊരു കളറാണ്.
അത് ഏത് തരം ഇന്റീരിയേഴ്സിനും വാം വൈറ്റ്സിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട്. അത് ഒരൊറ്റ കളർ അല്ല, അതിൽ തന്നെ പല ഷെയ്ഡ്സ് ഓഫ് വാം വൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ കളേഴ്സ് എവിടെ യൂസ് ചെയ്താലും, അത് ഇറ്റ് ഇസ് കണ്ടംപററി ആണെങ്കിലോ അല്ലെങ്കിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകൾക്ക്, അതെ ട്രഡീഷണൽ ടച്ചോട് കൂടി ചെയ്യുന്ന വീടുകൾക്ക് യൂസ് ചെയ്താലും അത് അടിപൊളിയായിരിക്കും. അപ്പോൾ വാം വൈറ്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് വളരെ കൂൾ ആൻഡ് കാമിങ് ഇഫക്റ്റ് തരുന്ന പെയിന്റ്സ് ആണ്. അത് ജനറലി ഓവറോൾ ഡെക്കോറിന് അതിന്റെ അണ്ടർ ടോൺസ് നോക്കുവാണെങ്കിൽ ഓറഞ്ചസ്, റെഡ്, അങ്ങനത്തെ കുഷൻ കവേഴ്സും ഒട്ടുമുക്കാലും എല്ലാ കളേഴ്സുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പെയിന്റ് കളറാണ് ഈ വാം വൈറ്റ്സിന്റെ കളർ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള, നമ്മുടെ വീട്ടിന്റെ ചുറ്റിലും ഒരുപാട് ഗ്രീനറി ഉണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള വാം വൈറ്റ് കളറാണ് വാളിലുള്ളെങ്കിൽ ഈ ഗ്രീനറി ആ വാളുമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്കൊരു ചെറിയൊരു ഗ്രീൻ ടിൻറ്റ് നമ്മുടെ മതിലിൽ വന്നേക്കാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ കൊള്ളാം, അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തത് വാം ക്രീമിന്റെ ഷെയ്ഡ്സ് ആണ്. അതായത് ഐവറി അല്ലെങ്കിൽ ലൈറ്റസ്റ്റ് ക്രീം കളർ തൊട്ടുള്ള പല പെബിൾ വൈറ്റ്, അതെല്ലാം ക്രീമിഷ് ഷെയ്ഡാണ് യൂഷ്വലി നമ്മൾ കാണുന്നത്. വാം ക്രീം നോക്കുവാണെങ്കിൽ ഭയങ്കര സൂതിങ് ആൻഡ് കാമിങ് ആൻഡ് ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് ഇഫക്റ്റ് ആണ് ഈ കളേഴ്സിന്, ഈ ഷെയ്ഡ്സിന് നമുക്ക് കിട്ടുന്നത്. ആൻഡ് അത് ഒട്ടുമുക്കാലും നമുക്ക് ആ ഒരു വുഡിന്റെ കോമ്പിനേഷൻ, അതായത് ഇപ്പോൾ ഒരു സോളിഡ് വുഡ് ഫിനിഷോ അങ്ങനത്തെ കോമ്പിനേഷൻസിലൊക്കെ അത് നന്നായിട്ട് പോകും. പിന്നെ ഫർണിച്ചറും കുറച്ചുകൂടി ഒരു വുഡൻ സോഫ അല്ലെങ്കിൽ വുഡൻ ട്രിംസ് ഉള്ള ഫർണിച്ചർ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മാച്ച് ചെയ്ത് പോകും. പക്ഷേ ഇതിലൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. വളരെ വളരെ വാം ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ് നിങ്ങൾക്ക് രാത്രി നിങ്ങൾ ഇടുന്നെങ്കിൽ ഈ ഓൾറെഡി ലൈറ്റ് ക്രീം ആയിട്ടിരിക്കുന്ന വാൾസ് ചിലപ്പം വളരെ യെല്ലോയിഷ് ആയിട്ട് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. യെല്ലോ എന്ന് വെച്ചാൽ ഡീപ്പ് യെല്ലോ അല്ല ഞാൻ പറയുന്നത്, കുറെ കൂടെ ഒരു ഡാർക്കർ ക്രീമിഷ് കളറിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡെക്കോർ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ മറ്റേ വാം വൈറ്റ്സിലോട്ട് സ്വിച്ച് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ ഏരിയയിൽ. ഇപ്പം നമ്മൾ വാം വൈറ്റും ക്രീം വാമും ഒക്കെ അത് കൂടാണ്ട് ബേജ് ഉണ്ട്, അത് കൂടാണ്ട് ഗ്രേ ഉണ്ട്. പിന്നെ ഗ്രേയും ബേജും ചേർന്നിട്ട് ഗ്രേജ് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അപ്പം അതുണ്ട്. പിന്നെ ടോപ്പ് എന്ന് പറഞ്ഞ വേറൊരു കളർ ഉണ്ട്. അപ്പൊ അതൊരു ബ്രൗൺ ആൻഡ് ഗ്രേ ചേർന്ന കോമ്പിനേഷൻ ആണ്. അത് കൂടാണ്ട് കൂൾ ഗ്രേ, അതായത് കൂൾ ഗ്രേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പണ്ടത്തെ ഗ്രേ പെയിന്റ് ഉണ്ടല്ലോ, ടിപ്പിക്കൽ ഗ്രേ, അതൊക്കെ ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ആയി കംപ്ലീറ്റ്ലി പോയി. പക്ഷെ ഗ്രേയിൽ തന്നെ ബ്ലൂ ടോൺസ് ഉള്ള ഗ്രേ, പിന്നെ ഗ്രീനും ഗ്രേയും കൂടെ ചേർന്നിട്ടുള്ള ഗ്രേസ് ഉണ്ട്. അതെല്ലാം കുറച്ചുകൂടി നമുക്ക് നല്ല ഹാപ്പി കളേഴ്സ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ന്യൂട്രൽ ഗ്രീൻസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ലൈറ്റസ്റ്റ് ഗ്രീൻ ആണ്, പക്ഷെ അതിന്റെ തന്നെ പല വേരിയേഷൻസ്, പല ഷെയ്ഡ്സും ഉണ്ട്. ബെഡ്റൂംസിലൊക്കെ പോലും ഗ്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സൂതിങ് ഇഫക്റ്റ് കിട്ടുന്ന ഒരു കളറാണ് ഗ്രീൻ. സോ അതും യൂസ് ചെയ്യാം. വേറെസ് ഇപ്പോൾ നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സ് എടുക്കുവാണെങ്കിൽ അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ട്രെൻഡിനെ ബേസ് ചെയ്ത്. അതായത് ഇപ്പോൾ 2023 കളേഴ്സ് ആയിരിക്കില്ല 2024 ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. ഇന്ത്യയിൽ അത് എത്രത്തോളം അങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഇന്റർനാഷണലി ഓരോ ട്രെൻഡിങ് കളേഴ്സ് എന്ന് പറഞ്ഞ് എല്ലാ കൊല്ലവും ഇറക്കുക വരും. ഞാൻ ടിപ്സ് പറയാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ 100% ഞാൻ പറയും പെയിന്റ് ചൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ആകട്ടെ, പെയിന്റിങ് കോൺട്രാക്ടറും അത് നല്ല കളറാണെന്ന് പറഞ്ഞ അദ്ദേഹം പെയിന്റ് കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാലും അത് ഞാൻ പറയും കടയിൽ നിങ്ങൾ പോയി അല്ലെങ്കിൽ പുള്ളിയോട് പറയാ, ഈ കോൺട്രാക്ടേഴ്സിനോട് തന്നെ നിങ്ങൾ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം കടയിൽ പോയി അതിൻ്റെ ഒരു 100 ml ചെറിയ സാമ്പിൾ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ പ്രോബബ്ലി യു ക്യാൻ ഹാവ് ലൈക്ക് 2 to 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. എന്നിട്ട് അതിന് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ഒരു 2x1 സ്ക്വയർ ഫീറ്റിന്റെ ഏരിയയിൽ ഏത് വാളിലാണോ നമ്മൾ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലിങ്ങനെ പെയിന്റ് ചെയ്തിട്ട് 2-3 ദിവസത്തേക്ക് അതങ്ങ് വിട്ടേക്കുക. ആദ്യത്തെ ദിവസം അത് കംപ്ലീറ്റ് ഡ്രൈ ചെയ്ത് ആ പുട്ടിയിലോട്ടൊക്കെ നല്ല പിടിച്ച് കറക്റ്റ് ആവും. സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ നിങ്ങൾ രാത്രിയും പകലും അതിനെ ഒബ്സർവ് ചെയ്യുക വിത്ത് ലൈറ്റിംഗ്. അത് എങ്ങനെയാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അത് എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, ഓവറോൾ ഡെക്കറുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വെറുതെ നോക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ കൂട്ടത്തിൽ പ്യോർ വൈറ്റ് ഷീറ്റ് പേപ്പർ ആയാലും മതി, ആ പ്യോർ വൈറ്റ് കളർ പേപ്പർ എടുത്ത് അതിൻ്റെ അടുത്ത് വെച്ചിട്ട് വേണം അതിൻ്റെ കളർ ഷെയ്ഡ് കമ്പയർ ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ ലൈറ്റസ്റ്റ് വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് അതുമായിട്ട് കളർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാരിറ്റി വരും ഇത് എത്ര ഡാർക്ക് ഷെയ്ഡ് ആണെന്നുള്ളത്. എത്രത്തോളം വൈറ്റുമായിട്ട് നിയറസ്റ്റ് ആണോ, കുറച്ചുകൂടി ഡാർക്കർ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം ക്ലാരിറ്റി കിട്ടും. അതൊരു വലിയൊരു ടിപ്പാണ്. കഴിവതും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടും ടോക്സിക് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാത്ത പെയിന്റ് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ലാസ്റ്റിൽ ഞാൻ പറയും കളർ ട്രെൻഡ്സ് ഫോർ 2024. നല്ല അടിപൊളി കളേഴ്സ് ആണ്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാം, പക്ഷേ യെസ് അതുണ്ട്. എല്ലാ വർഷവും പുതിയ പുതിയ കളേഴ്സ്, പുതിയ കോമ്പിനേഷൻസിൽ ഇറക്കും. എനിക്കിപ്പോൾ ഇന്റർനാഷണലി അറിയുന്ന കളേഴ്സേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ വാട്ട് ഐ ക്യാൻ ഡു ഇസ് അതിന്റെ ഇമേജസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ അത് പോയി കണ്ടിട്ട് അതിന് നിയർ മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ്
ഏഷ്യൻ പെയിൻറ്റ്സ് എന്നോ അല്ല ബർജർ പെയിൻറ്റ്സ് എന്നോ പല ബ്രാൻഡ്സ് ഉണ്ടല്ലോ ഇന്ത്യയിൽ. അപ്പോൾ അതുമായിട്ട് സാമ്പിൾ ഉണ്ടാക്കി ഉപയോഗിക്കാൻ നോക്കുക. അപ്പം ഈ കോമ്പിനേഷൻസ് കണ്ടമാനം ഓവർ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഹൈലൈറ്റ് ചെയ്യുന്ന വാൾസ് നിങ്ങൾ കണ്ടെത്തുക. ഇത് എവിടെയാണ് ഈ ഡാർക്ക് കളേഴ്സ് കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു ചോദ്യം വരും അല്ലേ. അത് യൂഷ്വലി ഒരു ഫോക്കൽ പോയിന്റ്, അതായത് ടി വി വാളിൻ്റെ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ ഫോയറിലുള്ള വാളിൻ്റെ അവിടെ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ ഏതെങ്കിലും ഒരു വാളിൽ നമുക്ക് ടെക്സ്ചേർഡ് പെയിന്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെ ബെഡിന്റെ പുറകിലുള്ള വാൾസിൽ കൊടുക്കാം. ലിവിംഗ് റൂമിൽ തന്നെ എന്തെങ്കിലും ഒരു ഹൈലൈറ്റ്, ഒരു ആക്സെന്റ് വാൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ കളേഴ്സ് കൊടുക്കാൻ പറ്റും. പക്ഷേ അഗെയിൻ ഒരു ലാസ്റ്റ് ടിപ്പ് ഈ കളേഴ്സിനെ കുറിച്ച് ഞാൻ പറയും. ബെഡ്റൂംസിൽ നമ്മൾ ഈ കളേഴ്സ് ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു പ്രിന്റഡ് ആയിട്ടുള്ള മഞ്ഞയോ പച്ചയോ അങ്ങനത്തെ പ്രിന്റ് ഉള്ള ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ക്വിൽറ്റ് അതിന്റെ പുറത്ത് വിരിക്കാണ്ട് ന്യൂട്രൽ ഷെയ്ഡ്സിന്റെ ക്വിൽറ്റും ന്യൂട്രൽ ഷെയ്ഡ്സിന്റെ ബെഡ്ഷീറ്റ്സ് മാത്രം മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ അത് എന്തുമായിട്ട് നല്ല കോൺട്രാസ്റ്റ് ചെയ്തും കമ്പൈൻ ചെയ്തങ്ങ് പൊക്കോളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെയിന്റിന്റെ വീഡിയോ ഉണ്ടാക്കുന്നത് അത്ര ഈസി അല്ല, ബിക്കോസ് അതൊരു വലിയൊരു ടാസ്ക് ആണ്. സോ ഇന്ന് ഒരു ഏകദേശം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും വീഡിയോസ് ഞാൻ കഴിവതും ഉണ്ടാക്കാൻ നോക്കാം. ആൻഡ് ടിൽ ദെൻ ബൈ. ഹേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.